ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വിപ്പിംഗ് ക്രീം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അത് കഴിഞ്ഞിട്ടും വീണ്ടും എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അൽമറായിയുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാവാത്ത കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബൗൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ടോ നല്ലതുപോലെ തുടച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ മറ്റൊരു ബൗളിൽ ഞാൻ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ആ ബൗൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അൽമറായിയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഈ രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രീം നല്ലതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ മാക്ടോപ്പിൻ്റെ ക്രീമാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ അത് കിട്ടും. നാട്ടിലാണെങ്കിൽ ഫിയോണ, റിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അൽമറായിയുടെ മാത്രം അല്ലെങ്കിൽ മാക്ടോപ്പ് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർക്കുന്നുണ്ട്. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത് നല്ലത്. പൗഡേർഡ് ഷുഗറിനെക്കാട്ടിലും നല്ലത് ഐസിങ് ഷുഗറാണ്. കാരണം ഇതിൽ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിനി ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ സ്പീഡ് മീഡിയത്തിലാണ് ഇടുന്നത്. ഞാൻ എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ മീഡിയം സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല സോഫ്റ്റ് പീക്സ് ആകുമ്പോൾ മാത്രമേ ഇത് ഹൈ സ്പീഡിലോട്ട് ഒരു 30 സെക്കൻഡ് മാത്രമേ മാറ്റാറുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ലതുപോലെ ഇത് സ്റ്റിഫായിട്ട് ഇതിൻ്റെ പീക്സ് ഇരിക്കാനും അതുപോലെ നമ്മൾ കേക്കിലേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ മെൽറ്റ് ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയം സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് പാനാസോണിക്കിൻ്റെ ബീറ്ററാണ്. ഇതിൽ 5 വരെയാണ് സ്പീഡിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഞാനതിൽ 3-ലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇത് മീഡിയം സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ടൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഇത് മീഡിയം സ്പീഡിൽ തന്നെ ഇട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് സോഫ്റ്റ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഒരു 5-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 30 സെക്കൻഡോളം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒന്നുകിൽ ഈ സമയത്ത് ഇനി ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റ് ഇതിൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ബീറ്റർ ആകുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് പീക്സ് ആകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അതാണ് ഒന്നുകൂടെ നല്ലത് ബീറ്ററിനെക്കാട്ടിലും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അത് കേക്കിലേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ രീതിയിൽ തന്നെ ചെയ്തു നോക്കുക, എന്തായാലും ശരിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.